ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കള്ള് ഷാപ്പിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ഒരു അടിപൊളി മീൻ തലക്കറി ഉണ്ടാക്കിയാലോ? ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ രുചികരമായിട്ട് കൂട്ടാൻ പറ്റുന്ന ഈ തലക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് വേഗം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡറുമാണ് എടുത്തിട്ടുള്ളത്. എരിവ് കൂടാതിരിക്കാനാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്യുന്നത്. നിങ്ങളുടെ എരിവിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഈ റേഷ്യോയിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 6 ടേബിൾ സ്പൂണാണ് ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. കറിക്കൊരു നല്ലൊരു എരിവും നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാനുമായിട്ടാണ് ഞാൻ ഈ ഒരു അളവിൽ മുളക് പൊടി എടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അവസാനമായിട്ട് ഒരു തക്കാളി. ഇത്രയും നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി വേണ്ടത് ഏകദേശം 15ഓളം വെളുത്തുള്ളിയാണ്. പിന്നെ ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിലുള്ളൊരു ഇഞ്ചിയുടെ കഷ്ണം, 4 പച്ചമുളക്. ഇത്രയും കൂടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം, ഒരുപാട് അരഞ്ഞു പോകണ്ട. ഇനി വേണ്ടത് ഏകദേശം 25 അല്ലെങ്കിൽ 30 ഗ്രാം കുടംപുളിയാണ്. അത് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് 20ഓ 25ഓ ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 4ഓ 5ഓ തണ്ട് കറിവേപ്പില. ഇനി ഞാനിവിടെ എടുക്കുന്നത് സാൽമണിൻ്റെ തലയാണ്. ഇത് ഓൾറെഡി ക്ലീൻ ചെയ്ത് വന്നതാണ്. എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് മീനിൻ്റെ തല വേണേലും എടുക്കാവുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3-4 തണ്ട് കറിവേപ്പിലയും ചേർത്ത് 50 സെക്കൻഡ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം 3 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇനി നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെ പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. ഇനി ഏകദേശം 5-6 മിനിറ്റ് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്നവരെയാണ് ഇളക്കുന്നത്. അതിനുശേഷം 2-3 കപ്പ് വെള്ളം ചേർക്കാം. നിങ്ങൾക്ക് വേണ്ട ഗ്രേവിയുടെ അളവനുസരിച്ചാണ് വെള്ളം ചേർക്കേണ്ടത്. ഞാനിവിടെ 3 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഗ്രേവി കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇനി വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഹൈയിലോട്ടും കൂടി വയ്ക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് തിളപ്പിക്കുന്നുണ്ട്. പുളിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കറിയിലോട്ട് ഇറങ്ങാനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീനിൻ്റെ തല ചേർത്ത് കൊടുക്കാം. തല നന്നായിട്ട് ഗ്രേവിയിൽ മുങ്ങിക്കിടക്കാനായിട്ട് കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് അടപ്പ് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും 7 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മിനിറ്റിന് ശേഷം ഞാൻ ഈ മീനിനെ അടുത്ത വശത്തേക്കൊന്ന് മറിച്ചിടുന്നുണ്ട്. അതിനുശേഷം ഏകദേശം 10 മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും നല്ലൊരു മണമൊക്കെ വരും. മാക്സിമം ഒരു 1.5 മണിക്കൂറെങ്കിലും അടച്ച് വെച്ചതിന് ശേഷം തുറക്കാൻ ശ്രമിക്കുക. നമ്മുടെ മസാലയൊക്കെ മീനിൽ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കപ്പയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും നമുക്ക് അടിപൊളിയായിട്ട് കൂട്ടാൻ പറ്റുന്ന ഷാപ്പിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.